ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോമാനിയ അല്ലെങ്കിൽ ലഘു ഉന്മാദം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. പൂർണ്ണമായൊരു ഉന്മാദത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ഉറക്കമില്ല, എന്നാലും ഒട്ടും ക്ഷീണം തോന്നുന്നില്ല. അമിതമായ സംസാരം, അമിതമായിട്ടുള്ള ഊർജ്ജസ്വലത, ഈ പണം കൊണ്ടുപോയി അപകടകരമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക, അത് വലിയ തോതിലുള്ള റിട്ടേൺസ് തരുമെന്ന് കരുതി പലതും ചെയ്യുക, അതൊക്കെ ഈ പറഞ്ഞൊരു അവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. തീർച്ചയായിട്ടും തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവിൽ തകരാറ് വരുന്നൊരവസ്ഥയാണ്, ചികിത്സ ആവശ്യമുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വീണ്ടും തീവ്രമായ മാറ്റങ്ങൾ വന്നതിനെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയ്ക്ക് വരുന്നത്. അത് ലഘു ഉന്മാദം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മിക്സഡ് അഫക്റ്റീവ് ഡിസോർഡർ, അതായത് വിഷാദത്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ സംയോജിച്ച് കാണും, അതിനോടൊപ്പം അകാരണമായ ചില സംശയങ്ങളും ഭയങ്ങളും ഒക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തിയിരുന്നു. അപ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ ക്രമീകരിക്കുന്ന മരുന്നുകളും മൂഡ് സ്റ്റെബിലൈസർ മരുന്നുകളും കൊണ്ട് ക്രമേണ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി. അത് ഭേദമായി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ യുക്തിരാഹിത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് പോലും.